ബിലാൽ എന്ന ഒരു കറുത്ത ഒരു അനുയായി ഉണ്ടായിരുന്നു പ്രവാചകൻ മുഹമ്മദിന്. ബിലാൽ എന്ന് പറയുന്നത് ഒരു കറുകറുത്ത, നമ്മളെ ഈ ഉണക്കമുന്തിരി ഉണ്ടല്ലോ, ഉണക്കമുന്തിരിയുടെ രൂപമുണ്ടായിരുന്ന ബിലാൽ, രീതിയിൽ മുടിയും മുഖവുമുള്ള ബിലാൽ, കറുകറുത്ത ബിലാൽ, അദ്ദേഹം ആത്മകഥം ചെയ്യുന്നുണ്ട്. എനിക്ക് മുഹമ്മദിനെ കുറിച്ച് ഞാൻ കേട്ടു, മുഹമ്മദിനെ വന്ന് കണ്ടാൽ കൊള്ളാം എന്ന് ഞാൻ മോഹിച്ചു. മുഹമ്മദ് എവിടെയാണുള്ളത് എന്ന് ഞാൻ പലരോടും അന്വേഷിച്ചു. പക്ഷെ അദ്ദേഹത്തെ കണ്ടെത്താൻ എനിക്കായില്ല. അങ്ങനെ ഞാൻ ഒരു രാത്രി രണ്ടും കൽപ്പിച്ചിറങ്ങി പുറപ്പെട്ടു. നാണം മറക്കാൻ വേണ്ട വിധം വസ്ത്രങ്ങളൊന്നും എനിക്കില്ല. പക്ഷെ കൂരിരുട്ടിന്റെ നിറവും എൻ്റെ ശരീരത്തിന്റെ തൊലിയുടെ കളറും ഏകദേശം അങ്ങനെ ഒത്തൊപ്പിച്ചു പോകാമെന്ന മട്ടിൽ ഞാൻ ഒരു കൂരിരുട്ടുള്ള രാത്രിയിൽ ഇറങ്ങി പുറപ്പെട്ടു. എന്നിട്ട് മുഹമ്മദ് ഉണ്ട് എന്ന് കേട്ട് മനസ്സിലാക്കിയ ദിക്ക് ലക്ഷ്യം വെച്ച് ഞാൻ നടന്ന് പാതിരാവ് ചെന്ന നേരത്ത് ഒരു ചെറിയ കുടിലിന്റെ അടുക്കൽ ഞാൻ എത്തി. ആ കുടിലിന്റെ പട്ട കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ആ കുടിലിന്റെ ഭിത്തികൾക്കിടയിലൂടെ ചെറിയ പ്രകാശനാളം ഞാൻ കണ്ടു. അതിന്റെ പുറത്തു നിന്നിട്ട് ഞാൻ ഒരു ചെറിയ ശബ്ദമുണ്ടാക്കി. അപ്പോൾ അകത്ത് നിന്ന് ആരാണത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഉമയ്യത്തിന്റെ അടിമയായ ബിലാൽ, സ്വന്തം മേൽവിലാസമില്ല, ഉമയ്യത്തിന്റെ അടിമയായ ബിലാൽ ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു. കടന്നു വരൂ എന്നോട് ആവശ്യപ്പെട്ടു. ആ വീടിന്റെ ചാരിവെക്കപ്പെട്ട ഈത്തപ്പനയുടെ വീതി കുറഞ്ഞ വാതിൽ മെല്ലെ നരക്കി നീക്കിയിട്ട് ഞാൻ കുനിഞ്ഞ് ആ വീട്ടിനകത്തേക്ക് കടന്നു. അങ്ങനെ വീട്ടിനകത്തേക്ക് കടക്കുമ്പോൾ അവിടെ ഭൂമിയിൽ തറയിൽ പതിഞ്ഞിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ പൊടുന്നനെ എണീറ്റു, രണ്ട് കൈയും നീട്ടി എൻ്റെ നേരെ വന്നു. എന്നിട്ട് വർഷങ്ങളായി ഒട്ടകത്തിന്റെ തൊഴുത്തിൽ ഒട്ടകത്തിന്റെ കാഷ്ടത്തോടും മൂത്രത്തോടും ഒന്നിച്ച് സഹവസിച്ചങ്ങനെ ദുർഗന്ധമുള്ള മുഷിഞ്ഞ എൻ്റെ ശരീരത്തെ ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് അണച്ച് മുറുക്കി അങ്ങനെ നിന്നു. എന്നിട്ട് ബിലാൽ പറയുകയാണ്, അന്നാണ് ആദ്യമായിട്ട് എൻ്റെ ശരീരത്തെ ഒരാൾ പരിരംഭണം ചെയ്യുന്നത് എന്ന്, ആലിംഗനം ചെയ്യുന്നത് എന്ന്. ഞാൻ പറയുന്നത്, ദൈവം എല്ലാത്തിനും മീതെ എന്ന് അംഗീകരിക്കുമ്പോൾ നമ്മളൊക്കെ സമന്മാർ എന്ന ഒരു സിദ്ധാന്തം അതിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് സമത്വത്തിലേക്ക് ഉയരുന്നു എന്നതിൻ്റെ പര്യായ പദമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധം അതാണ്.